ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? കിടന്നോടാ, ഞങ്ങൾ പോണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. വാട്സപ്പ് എന്തൊക്കെയുണ്ട്? നമ്മളെ പ്ലാന്റേഷനിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്, കാലടി പ്ലാന്റേഷനിൽ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മൾ റോഡിൽ കൂടെ അങ്ങോട്ട് പാസ് ചെയ്ത് ഇവിടുത്തെ അങ്ങനെ കാണിച്ചിട്ടല്ല, ഉള്ളിലേക്ക് ഇത്തിരി കടന്നിട്ട്, പിന്നെ മാത്രമല്ല വെളുപ്പിന് ഫാസ്റ്റിൽ നമ്മൾ ഇങ്ങോട്ട് കിടക്കുകയാണ്. നേരം വെളുക്കണതിൽ മുന്നേ പോരും. പോകുന്ന വഴിയിൽ റോട്ടിൽ 2 ആനനെയും മ്ലാവ്, പന്നി ഇതിനൊക്കെ കണ്ടു. പിന്നെ ഇവിടുന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഫസ്റ്റ് കിടക്കണത് നമ്മളായിരിക്കും. 5:30 കടത്തി വിടുക. 5:30 പറഞ്ഞ ടീമിൽ നമ്മളിങ്ങോട്ട് വരും. നമ്മളിങ്ങോട്ട് പോന്നിട്ട് ഇപ്പോൾ പ്ലാന്റേഷൻ്റെ ഇടയിലാണ് ഉള്ളത്. ഇപ്പോൾ ഇന്നിവിടെ റബ്ബർ വെട്ടണമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ വെറുതെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട, സൺറൈസിൻ്റെ സമയം കണ്ട, സൂര്യൻ ഉദിക്കാനുള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് തൊഴിലാളികളൊക്കെ പരിചയപ്പെട്ടിരുന്നു. അവരൊക്കെ നമ്മളെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടല്ല കേട്ടോ, ഇങ്ങോട്ട് പറഞ്ഞു ഇത് അന്ന് വന്നതല്ലേ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് നമ്മളെടുത്ത് വന്ന് മിണ്ടി. വലിയ സന്തോഷം ഉണ്ടായി. പിന്നെ ചെക്ക് പോസ്റ്റിലിരിക്കുന്ന സാറും പറഞ്ഞു നിങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ ആനനൊക്കെ ഒന്ന് തപ്പി ഇറങ്ങിയതാണ്. ആനനെ കിട്ടിയില്ല. പിന്നെ ഒന്ന് മണ്ണിട്ട വഴിയുണ്ട്, ഓഫ് റോഡ്, അതിൽ കൂടെ ഒക്കെ ഒന്ന് വെറുതെ ചുറ്റി അടിച്ച് ഒന്ന് നടന്നു നോക്കണം. പിന്നെ അത് ഇതുണ്ട്, ഇതിൻ്റെ പിന്നിൽ നേരെ കാടാണ്. ഇതിൻ്റെയും എൻ്റെ പിന്നിൽ കാടാണ്. ഇപ്പോൾ ചങ്കൂറ്റുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. കാട്ടിൽ കടന്നുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ പണി വരും. ഇങ്ങനെ വന്നിട്ട് ആന കുത്തി ചത്തിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടെ ഭയങ്കര ആനശല്യമാണ്. ഞങ്ങൾ കാട്ടിലേക്കൊന്നും കടന്നില്ല. പ്ലാന്റേഷൻ്റെ ഇടയിൽ അതിൻ്റെ അറ്റം വരെ വന്ന് നോക്കി കാണുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ കണ്ടില്ല. പിന്നെ നമുക്കൊന്ന് ഓഫ് റോഡ് അടിക്കാം. പിന്നെ അവിടെ ചുറ്റി കറങ്ങി ഒന്ന് നോക്കാം. അപ്പോൾ ലെറ്റ്സ്. എന്തുട്ടായിരിക്കും ഓഡിയോ? വണ്ടി ഒന്നൊരു ഒത്തിരി അല്ലേ? അങ്ങനെ ന്യൂട്രൽ പോയാലും എന്തോരം പേരാ. പന്നിയൊക്കെ ഉണ്ടല്ലോ ഇതിൽ. ഇത്തിരി കേട്ടടാ. അപ്പം വണ്ടി അവിടെ തിരുത്തി. ആനവിടെ എവിടെ? പക്ഷെ കാണില്ലടാ. ഒന്ന് എൻജിനൊന്ന് ഓണാക്കിയ എന്നിട്ട് അങ്ങോട്ട് ഒന്ന് എടുക്കും. എവിടെ? സെറ്റ് കളി സൂം ചെയ്തെടുക്കുമല്ലോ. ലൈറ്റ് കറക്റ്റ് കിട്ടുന്നില്ല, പക്ഷെ സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലിയർ പോകുന്നു. മിണ്ടാട്ടിരുന്ന് പൊട്ടടിക്കരുല്ല. റോട്ടിൽ തീയ ലെവലിൽ ആനക്കണം. ഫുഡടിക്കണ കാലോട്ട് പെടക്കണ നോക്കിയാ. ലൈറ്റ് കളയല്ലേ കാലോട്ട് അടിക്കണണ്ട. തിന്നാനായിട്ട് ഇതാണ് വേണ്ടിയത്. റൈസ് ആക്കല്ലേ വണ്ടി. അതിൻ്റെ ക്ലിയർ പോട്ടുന്നു. ബാബു തിന്നോട്ടെ. ഇത് ഞാൻ അനിയല്ല. ഞങ്ങൾ മനസ്സിലേ എങ്ങനെ വർക്കാനല്ലേ? അപ്പൊ അത് കഴിക്കാനായിട്ട് വന്നതാ. പക്ഷെ അപ്പോഴത്തെ ആൾക്കാർക്ക് കണ്ട കാരണം ഷാജന്റെ അവിടുന്ന് പമ്പിലേക്ക് പോയിരുന്നു. താഴേക്ക് പോകണത് കണ്ടു. വേറെ റോഡ് പുറകെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഇത് ചെറുതല്ലായിരുന്നു ഇന്നലെ. ചെറിയ പുറത്തെ സൈഡിലായിരുന്നു. ആൾക്കാർ കൂടി കാരണം പുള്ളി നേരെ പുഴയിലേക്ക് പോയി. വിടാനുള്ള ടൈമായി. ഫോണുമായിട്ട് പോകണ ആൾക്കാർ 2 ഉണ്ട്. ഒരു ഫുള്ള് ടോർച്ച് അടിച്ച് നോക്കണണ്ട എന്തെങ്കിലൊക്കെ ഉണ്ടോ എന്നുള്ളത്.
തലേമട്ട ഓർമ്മയുണ്ട് ടാപ്പിങ്ങിന് ഇറങ്ങണാറേ ഞാൻ നോക്കാം എല്ലാം ഇറങ്ങിയിട്ടുണ്ടോ നമുക്ക് എന്താ പ്രൊട്ടക്ഷൻ അല്ലേ പ്രൊട്ടക്ഷൻ വരെ ഫോറസ്റ്റിന്റെ ആൾക്കാർ ഇവിടെയാണോ ആൾക്കാരൊക്കെ പോയി ഇനിയിപ്പോ ഞങ്ങള് ഒറ്റയ്ക്കായി ഇതിന്റെ ഇടയില് ആ എന്നാണ് വന്ന അങ്ങനെ പറഞ്ഞ അറിയില്ല കലങ്ക് റോഡ് എന്ന് പറഞ്ഞ ഈ റോഡ് സ്ട്രൈറ്റ് ആണോ നേരക്ക് 16 കോണ വഴിയണോ ഓക്കെ ഒന്നങ്ങട് ബ്രൈറ്റ് ആക്കി ഫോറസ്റ്റ് ഇത് കൂടെ പോയത് 30 ആന പോണ വീഡിയോ 30 ആന പോണത് അത് എവിടെ കിടക്കണെന്നറിയില്ല ഒക്കെ ഉണ്ട് ഇതില് രാത്രിയൊക്കെ ഇവിടെ ശല്യം തന്നെയാണല്ലോ ഫോറസ്റ്റുകാരൊക്കെ ഉണ്ടല്ലോ അത് കാട്ടുപോത്തിനെ കൊണ്ടുപോണത് ഇത് തന്നെ ഉണ്ടോ വലിപ്പുണ്ടല്ലേ ഇവിടുന്ന് എന്താ നടക്കാൻ അങ്ങോട്ട് ഇതല്ലേ ചേച്ചിയുടെ ക്വാർട്ടേഴ്സിലാ താമസം കിളികളുടെ ഒക്കെ ശബ്ദം കേൾക്കണ്ട ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒറ്റ മനുഷ്യൻ്റെ ശല്യമില്ല ഇവിടെ സോ കൂൾ സോ കാം സോ ക്ലീൻ കൂൾ ബൈ ബ്രോ ആ ഠോ എന്നൊരച്ചേട്ട് അവിടെ നിൽക്കലേ ആ അതന്നെ ഓർമ്മയുണ്ടല്ലേ നമ്മളതിനാണെന്നല്ലേ ഇതല്ലേ ഈ പറഞ്ഞ ഫോറസ്റ്റ് റേഞ്ച് ആ ആന കൂടാണ്ട് വേറെ എന്തെങ്കിലും ഇറങ്ങാറുണ്ടോ പെണ്ണിട്ടികളെ കാണാ രാത്രിയാണോ വരാറ് ഈ 3 മണിക്ക് ഉള്ള വെട്ടല് നിർത്തിയിട്ട് എത്ര കാലമായപ്പോ പറ്റില്ല അല്ലേ ഞങ്ങൾ വരുമ്പോ തന്നെ ആൾക്കാർ ലൈറ്റ് ആയിട്ട് അങ്ങനെ നമ്മൾ ഓഫ് റോഡിലേക്ക് നീങ്ങാൻ പോവാണ് ബൈക്ക് മേ മസാക്കിയ ചെല
ഫെൻസിന്റെ സാധനം റോട്ടിലിട്ടിട്ട് വണ്ടി കുടുങ്ങി അയച്ചെടുത്തു മാറ്റിട്ട് അല്ലെങ്കിൽ അടുത്ത വണ്ടിക്കാരൻ വിടും. ഇപ്പോഴേ ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ വണ്ടിയില്ല എടുക്കാനായിട്ട്. നമുക്ക് ഈ ഭാർഗവ നിലയൊന്ന് വെറുതെ ഒന്ന് ഓടിയിറന്ന് കാണാം. ഇതിങ്ങനെ ആത്മഹത്യയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വന്ന് ചാടാനായിട്ട് കുഞ്ഞു കിണർ, അതിനോട് ചേർന്നൊരു വീട്. ആ നേരം വിളിക്കണ മുന്നേ വന്നു. ഇതിന് ചെത്തി കൊടുത്ത് ഇങ്ങനെ വന്നിറങ്ങൂലേ. ഇവിടെ ഒന്നും പടക്കം പൊട്ടിക്കാറില്ലേ? പടക്കം ഞങ്ങൾ പൊട്ടിക്കാറില്ല, ഈ അപ്പുറത്തെ ഡിവിഷനുകാരൊക്കെ പൊട്ടിക്കും. ഞങ്ങള് മനസ്സിലാറില്ല. What else could the ocean be? What else is the sea? 100 million drops of water. What else but a memory, a fading memory? Is everything that came before you? And I don't know where we'll go, where we're gonna be. I don't know much at all, but when I think of you, I do. Roll the dice again to see the roads are gonna train. എന്ത് സ്റ്റൈലായിട്ട് ഓടണേ നോക്കിയേ. വാ കുറുക്കൻ പോണ്, കുറുക്കൻ കുറുക്കൻ. അബിയേ കുറുക്കൻ. സ്റ്റെപ്പ് ബാക്ക്, പണി കിട്ടും. ഞാൻ ഒന്ന് ഓടട്ടെ കേട്ടാ. എന്നെ കണ്ടിട്ടേ മ്ലാവുകളൊക്കെ ഓടിപ്പോയി. കുറുക്കനെ കണ്ടിട്ട് ഞാനും ഓടിപ്പോയി. ഇനി മ്ലാവ് എന്നെ കണ്ടിട്ട് വല്ല കടുവണ്ണാനും വിചാരിച്ചാ. ബാഡ് ജോക്ക്, സോറി. അണ്ണൻ നിൽക്കണ്ടല്ലോ ഇവിടെ. അൽസലാം. ശരിക്കും ഇവിടുത്തെ റോഡ് പോകണണ്ട. ഇതാണ് റോഡ്. ഹബിക്കണ നമ്മൾ വണ്ടിക്കണണ്ട. പുഴ ഈ ഒരു പേരലാണ് ഇങ്ങനെ പോണത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ഡൈവേർട്ടായി പോവും, വേറെ വഴിയിലേക്ക് പോവും. ഒരു സംഭവം കാണിച്ചു തരാം. മയിലിൻ്റെ കൂട് കാണിച്ചു തരാം. ഇപ്പം തന്നെ ഒരു പെൺമയിലും പറന്നു പോയി അതിൻ്റെ ഇടയിൽ നിന്ന്. ഇതുണ്ട് എന്തോരം ക്ലിയർ ഇട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒരു മയിലുണ്ടായിരുന്നു അവിടെ, ആൾ പോയി. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ മരത്തിൻ്റെ ചോട്ടിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ പടച്ച് പറന്നു പോയി. ഇതിൻ്റെ മുകളിലാണ്. ആരെങ്കിലും ഇനി വരുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തോ. അവിടെ ഇങ്ങനെ ഈ കാളകളോട് ചോദിച്ചാൽ മയിലപ്പൻ്റെ വീട് എന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞുതരും. മരത്തിൻ്റെ മേലിൽ പെൺമയിലുകൾ നിൽക്കണുണ്ട. ഇതിപ്പോൾ പറക്കത് പോയി. എന്തിട്ട് ആൾക്കാരെന്നൊക്കെ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടു. മൂവി ട്രാവൽ ഇൻഫോ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ തമ്മിൽ സൗകര്യമുള്ളവർ മാത്രം കാണുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് മൈൻഡ് ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. അത് അടിപൊളിയായില്ലേ. ശരിക്കും ഒരു എൻറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു തമ്മിൽ. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു തമ്മിൽ ഇടുന്നത്. ഇതിട്ടാ വേറെ ഒന്നും വിചാരിക്കരുത്, രസത്തിനും തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ദൂരെന്നൊരു കാഴ്ച കാണിച്ചു തരാം. മയിൽ പീലി വിടർത്തിക്കണം.
ക്യാമറയിൽ എന്തുമാത്രം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. അയ്യോ ശോകമാണ്. പക്ഷെ പീല് നിർത്തി നല്ല ഭംഗിൻ്റെ വെക്കണതാണ്. ബസ് സ്റ്റോപ്പൊക്കെ തളപതിയുടെ ഫാൻസൊക്കെ ഉണ്ട് ഇവിടെ കാണാം. തെറി വിജയ് പ്ലാന്റേഷൻ്റെ സ്കൂളും പരിസരം പ്രാവാടെ ഇരിക്കണ്ടല്ലോ. ശരിക്കും ഇവിടെ നോക്കിയേ സ്കൂളിൻ്റെ പിന്നിലത്തെ കാണുന്ന മല ഗ്രൗണ്ടൊക്കെ. ഇവിടെ പഠിച്ചു കഴിഞ്ഞവർക്ക് ഇങ്ങനെ ഇത് കാണുമ്പോൾ ജാതി നൊസ്റ്റാൾജിയ ആയിരിക്കില്ലേ. അടച്ചിട്ടിരിക്കുകയാണ്. ഒരു തണ്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അന്യർക്ക് പ്രവേശനമില്ലാന്ന്. ഞാൻ ഇവിടെ അന്യനാ. കാരണം ഇത് ഇവിടെ പഠിച്ചിട്ടൊന്നുമില്ല. സ്കൂളായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഇതിങ്ങനെ കാണാനായിട്ട് വന്നു മാത്രം. നമ്മളെ തൃശ്ശൂർ സിവിൽ സ്റ്റേഷനിൽ വെച്ച് ഈ സാധനം ഞാനൊരു പ്രാവശ്യം കണ്ടിരുന്നു. ഇതിൻ്റെ പേരാരെങ്കിലും അറിയും? എനിക്ക് മുന്നേ അറിയായിരുന്നു, മറന്നുപോയി. ഇത് അധികമൊന്നും കാണാൻ പറ്റിയൊരു സാധനമല്ല, തീരെ റയറാണ്. എന്താ ചെറിയൊരു കാര്യം കൂടിയും പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ അവസാനിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കാലടി പ്ലാന്റേഷൻ്റെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് എൻ്റെ യൂട്യൂബ് ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, അതിനൊത്ത വ്യൂവേഴ്സ് 20, 30, 40 അങ്ങനെയൊക്കെയാണ് എൻ്റെ വ്യൂവേഴ്സ്. പക്ഷേ ഞാനത് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത് കുറവ്. എനിക്ക് പക്ഷെ അത് വലുതാണ്. എന്നെ അറിയുന്ന എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, എടാ നിങ്ങൾക്ക് കുറവാണല്ലോ വ്യൂവേഴ്സ്. ഞാൻ പറഞ്ഞു ശരി, അത് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ആ കുറവ് അല്ലേ. ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കതൊരു കുറവല്ല. കാരണം എൻ്റെ കഴിഞ്ഞ ഒരു വർഷം മുന്നുള്ളതല്ല, ഒരു മാസം മുന്നുള്ള വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മാറ്റാണ് തോന്നുന്നത്. ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കുറച്ച് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. നന്നായി, വീഡിയോ നന്നായിട്ടുണ്ട്. പിക്ചർ ക്ലാരിറ്റിയാണ് ആകെ എനിക്ക് വന്നിട്ടുള്ളൊരു നെഗറ്റീവ്. അത് ഞാൻ ഫോണിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ 4K ഇട്ടല്ല ചെയ്യാറ്. എനിക്ക് അതിൻ്റെ സ്പേസ് എനിക്ക് താങ്ങാൻ പറ്റില്ല. ഒരുപാട് സൈസ് വരും. പക്ഷേ ഈ വീഡിയോക്ക് ഞാൻ 4K ഇട്ടാണ് ചെയ്യുന്നത്, ആ ഒരു ഇത് നികത്താനായിട്ട്. അപ്പോൾ നമ്മളുടെ ചാനൽ 3600 അടുത്ത് വാച്ചിങ് അവർ ആയിട്ടുണ്ട്. ഇനിയൊരു 300 അടുത്ത് സബ്സ്ക്രൈബേഴ്സും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാനതിപ്പോൾ പറയണമെന്ന് വെച്ചാൽ ചെറിയൊരു കുഴപ്പമുണ്ട്. ഞാൻ എൻ്റേതല്ലാത്ത കോണ്ടൻറ്റ് 2 ഇട്ടിട്ട് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഒരു സ്ട്രൈക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിലപ്പോൾ 1 മാസത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അടുത്ത സ്ട്രൈക്ക് വന്നെന്ന് വരും. അപ്പോൾ ചാനൽ ചിലപ്പോൾ പോകും. അപ്പോൾ എനിക്ക് അന്നേരം എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആ ഒരു നന്ദി ഞാൻ ഇത്രയും അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു പ്രിവിലേജാണ് എനിക്ക് കിട്ടുന്നത്. ഞാനൊരു 50 പൈസ പോലും പ്രതീക്ഷിച്ചിട്ടല്ല ഈ കാര്യം ചെയ്തിട്ടുള്ളത്. ഞാൻ പിന്നെ കഴിഞ്ഞ പ്ലാന്റേഷനിൽ വന്നിട്ട് ആ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക, ഫോളോ ചെയ്യാം, എന്ന് വേണം ചെയ്യാം, തിരിച്ച് ഫോളോ ചെയ്യാം. അപ്പോൾ തൃശ്ശൂർ ഇൻസ്റ്റ എന്ന് പറഞ്ഞ പേജ് ആ ഫോട്ടോ റീപോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു 6-7 പേര് മെസ്സേജ് ചോദിച്ചു ഇതെന്താണ് സംഭവം, ഇതെവിടെയാണ്. അപ്പോൾ ഞാൻ മുഖേന 1000 പേര് എൻ്റെ വീഡിയോ കണ്ട് 1000 പേർക്ക് ഉപകാരപ്പെട്ടില്ല. അതല്ല ഞാൻ മുൻഗണന കൊടുക്കുന്നത്. 10 പേര് കണ്ടിട്ട് ആ 10 പേർക്ക് എൻ്റെ വീഡിയോ അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 6-7 പേർക്ക് ഞാൻ റെഫർ ചെയ്തിട്ട് ഈ സ്ഥലം മനസ്സിലായി. അവർ പോയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പോയിന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി പോകും. അപ്പോൾ ഇത്രയും പേർക്ക് മുന്നിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു വലിയൊരു സന്തോഷമുണ്ട്. അതുപോലെ അപ്പോൾ നമുക്കിനി വേറെ കൂടുതലൊന്നും പറയാനില്ല. ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ ഔട്ടർ ചെയ്ത സ്കൂളാണ് നിൽക്കുന്നത്, കാലടി പ്ലാന്റേഷൻ സ്കൂള്. എനിക്കൊരു പഴയ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആൾ ഇവിടെയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. 16 ഉണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ വേറെ ഒന്നുമില്ല. നമുക്ക് മറ്റൊരു വീഡിയോ അല്ലെ മറ്റൊരു എപ്പിസോഡായിട്ട് നമുക്കിനി കാണാം. ചാനലുണ്ടെന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ടാറ്റാ. വലിയ നന്ദിയുണ്ട് കേട്ടോ ഇത്രയും വരെ എത്തിച്ചതിൽ. എനിക്ക് ഇത്രയും 700 സബ്സ്ക്രൈബ് ഒന്നും കിട്ടുമെന്ന് വിചാരിച്ച ഒരാളല്ലേ ഞാൻ. താങ്ക് യു. പിന്നെ മ്യൂസിക് ഒരു ചേട്ടൻ പേരിനൊക്കെ പോയിട്ടോടണം. ഈ പുഴയിൽ ഞാൻ നോക്കിക്കണതേ വല്ല ചീങ്കണ്ണി ഉണ്ടോയെന്ന് നോക്കണത്. ഒരു പട്ടിക്കുരങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ചീങ്കണ്ണി അടക്കണം, നമ്മൾ നോക്കിയിട്ട് കിട്ടണില്ല. ഈ പ്ലാന്റേഷനിലില്ലേ കുറേ നടന്നിങ്ങനെ കാണാനുണ്ട്. ലൈക്ക് എനിക്ക് പനിയായത് തന്നെ കുറച്ച് ദിവസമായി പനി. ഇപ്പോൾ നടക്കാൻ പറ്റില്ല, നടക്കുമ്പോൾ കിതപ്പ് വരുന്നത്. അപ്പോൾ പനിയൊക്കെ മാറിയിട്ട് ഇനി ഒരു വരവും കൂടി വരേണ്ടി വരും.